ദേവി ശ്രീദേവി. അച്ഛനെന്ന് പറയാൻ കാര്യം എനിക്ക് 22 വർഷം മുമ്പാണ് ആ ഒരു കുടുംബത്തിൽ എന്നെ 5ാമത്തെ മകനായിട്ട് എടുത്തത്. വയലാറെന്ന് പറയണ്ട, അച്ഛനെന്ന് വിളിച്ചത്. അപ്പം അങ്ങനെ എനിക്ക് പേര് വിട്ടു, മനു വർമ്മ. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഭാരതി തമ്പുരാട്ടി, എൻ്റെ ചേട്ടൻ വയലാർ ശരചന്ദ്രവർമ്മ 2015 ഈ മോതിരം അമ്മ എനിക്ക് അയച്ച് ഇട്ട് തന്നാണ്. ഇതെന്തായിരുന്നു ഇതിൽ വയലാറെന്ന് എഴുതിയേക്കുന്ന അമ്മയും ചേട്ടനും എല്ലാം അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച് എഴുതി മണ്ഡപത്തിൽ വെച്ച് എന്നെ അണിയിച്ചതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. അച്ഛൻ്റെ പേരിൽ നമുക്കിട്ടൊരു സ്വർണ്ണ മോതിരം. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. ഈ സ്റ്റേജ് ഷോയിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ സംഗീതം. അതായത് നമ്മളൊരു 60 മുതൽ 90 വരെയുള്ള ഈ 30 വർഷമാണ് മലയാളത്തിന്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിന്റെ ഗാനങ്ങൾ. ഇപ്പം ഈ പ്രോഗ്രാം നമ്മൾ സാധാരണ ചെയ്യണ ഓഡിയൻസിനോട് ചോയ്സ് കൊടുക്കും. 2 പാട്ട് പാടിയ ശേഷം ഇനി നിങ്ങൾ ആവശ്യപ്പെടാൻ പറയും. അപ്പം അവർ ഓരോ സ്പോട്ടിലുള്ള പാട്ടുകൾ പറയും. കാലഘട്ടം ഞാൻ പറയാം 60 മുതൽ 90 ശേഷം സഞ്ചരിക്കരുത്. അതായത് 1960 to 1990. അപ്പോൾ ഈ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വയലാറിൻ്റെ അച്ഛൻ പി ഭാസ്കരൻ മാഷ്, ONV സാറ്, ശ്രീകുമാര തമ്പി സാറ്, മഹാരഥന്മാർ എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗാനം. അതായത് ദാസേട്ടൻ്റെ ഒക്കെ ഏറ്റവും നല്ല ടൈം ദാസേട്ടൻ, ജയേട്ടൻ ഇവരൊക്കെ കൊണ്ട് തിരക്ക് പിടിച്ച് നിൽക്കുന്ന, പിന്നെ മാത്രമല്ല മലയാളികൾ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ വന്ന വർഷമാണ്. അപ്പം അത് ഓഡിയൻസിന് ചോയ്സ് കൊടുക്കും. അവർ സ്പോട്ടിൽ പറയും ഇന്ന പാട്ട് പാട്. അപ്പൊ ചേട്ടനാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പാട് നമുക്കറിയാം. ഇപ്പൊ 10,000-ഓളം പാട്ട് ബൈഹാർട്ടാണ് ഇപ്പോഴും പാട്ടുകൾ ബൈഹാർട്ടാണല്ലേ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൻസൂറയ്ക്ക് ഒരു ടാസ്ക് തരാൻ പോകും. ഓക്കെ, ആയിക്കോട്ടെ. എന്റെ ഉള്ളിൽ ഈ പെട്ട പാട്ടാണ്, ഞാൻ ഇപ്പൊ തന്നെ മറുപടി പറയും കേട്ടോ. എനിക്ക് ഈ പാട്ടുകൾ ഒന്നും അറിയാൻ പാടില്ല. ഗൂഗിളിൽ നിന്ന് നോക്കിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 1990-ലും 60 മുതലുള്ള ഒരു കാലഘട്ടം ഇടയിലുള്ള പാട്ടുകളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതെ അതെ അതെ. ഓക്കെ, വരട്ടെ അങ്ങോട്ട്. ദേവി ശ്രീദേവി. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. ഇത് 1964 എം കൃഷ്ണൻ നായർ സാറ് സംവിധാനം ചെയ്ത കാവ്യമേള എന്ന ചിത്രം. വയലാർ രാമവർമ്മ എന്നെൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതിയ ഗാനം ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് എൻ്റെ ഗുരുതുല്യനായ ദാസേട്ടൻ പാടി മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ ജയദേവൻ എന്ന അന്ധനായ ഗായകനെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് കാവ്യമേള. തുള്ളിയോടും പുള്ളിമാനെ. തുള്ളിയോടും പുള്ളിമാനെ നില്ല 1968 പുറത്തിറങ്ങിയ കണ്ണൂർ ഡിലക്സ്. ശ്രീകുമാര തമ്പി സാർ എഴുതിയ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് നമ്മുടെ ഈ മാസം 9-ാം തീയതി നമ്മളിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ ജയേട്ടൻ പാടി പ്രേം നസീർ സാർ CID ഓഫീസർ തിരുമേനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രം. ഓ, അടിപൊളി. ഓക്കെ, എന്നാ എന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്. കൽപ്പനയാകും യമുന നദിയുടെ കരയാ. ഇപ്പോൾ 100-ാം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്ത ഡോക്ടർ എന്ന ചിത്രം. ആ ചിത്രത്തിൽ പ്രിയപ്പെട്ട പി ഭാസ്കരൻ മാഷ് എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത് ദാസേട്ടനും P സുശീലാമ്മയും ചേർന്ന് പാടിയ ഗാനം. സത്യൻ മാഷും ഷീലാമ്മയുമാണ് ഇത് പാടി അഭിനയിച്ചത്. ഇതെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ തലക്കകത്ത്? അത് ദൈവത്തിനോട് ചോദിക്കണം. ദൈവാനുഗ്രഹമാണ്, നമ്മുടെ കഴിവല്ല, ദൈവാനുഗ്രഹം. മെമ്മറി റീകളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെയും പ്രാക്ടീസ് പഠിക്കും എന്നുള്ളത്. പിന്നെ പാട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമല്ലോ. സംഗീതം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിരന്തരമായ പ്രാക്ടീസ് വേണം അതിന്. അപ്പൊ ഓരോ പാട്ടുകളും ഇപ്പൊ 10,000-ലധികം പാട്ടുകൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ഏതാണ് നമുക്ക് ചോദിക്കണമെന്ന് അറിയാൻ പറ്റൂല, മുൻവിധിയിലല്ല. ഇപ്പം ഏതായിരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു നമുക്ക് കൺഫ്യൂഷൻ ആവൂലേ. അപ്പം ഏതാണ് പെട്ടെന്ന് ഏതാളാണ് ചോദിക്കുന്നത്. സാറിന് ഇതിലാണ് മറ്റേ ഗിന്നസ് ഇപ്പം റെക്കോർഡിൽ വന്ന് 20 മണിക്കൂർ ബൈഹാർട്ട് പാടി. ബൈഹാർട്ട് പാടിയാണ് ആദ്യത്തെ റെക്കോർഡ്. പിന്നെയാണ് ദാസേട്ടൻ്റെ 81-ാം പിറന്നാളിന് ദാസേട്ടൻ പാടി 81 പാട്ട് 8 മണിക്കൂർ ബൈഹാർട്ട് പാടി. പിന്നെ മറ്റേനേക്കാളപ്പുറം വയലാർ രാമവർമ്മ എന്നെൻ്റെ അച്ഛൻ. എന്താണ് വയലാർ രാമവർമ്മ എന്ന അച്ഛനെന്ന് പറയാൻ കാര്യം എനിക്ക് 22 വർഷം മുമ്പാണ് ആ ഒരു കുടുംബത്തിൽ എന്നെ 5ാമത്തെ മകനായിട്ട് എടുത്തത്. അതെങ്ങനെയാണ് ആ ഒരു സ്റ്റോറി? അത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ അച്ഛൻ്റെ ഒക്കെ പാട്ട് പാടിയാണ് ഞാൻ സ്റ്റേജിലെത്തിയത്. പിന്നെ അച്ഛൻ്റെ പാട്ട് ബൈഹാർട്ടാക്കി. അപ്പോൾ ഒരിക്കലും മനസ്സിനൊരാഗ്രഹം, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ ഏകദേശം 47-ാമത്തെ വയസ്സിൽ മരിച്ചു. അന്നൊക്കെ ഞാൻ ചെറുപ്പം. അച്ഛനെ അവിടെ വീടായിട്ട് കണക്ട് ചെയ്യണമെന്ന് അങ്ങനെ ഒരിക്കലും ഒരു 10 വർഷങ്ങൾ 20 വർഷം മുമ്പ് ഞാനവിടെ പോയി അമ്മയോട്ടും ചേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ ഇതുപോലെ അച്ഛൻ്റെ പാട്ടുകളും, അപ്പോൾ ഞാനിതുപോലെ ബൈഹാർട്ട് പാടാൻ തുടങ്ങി. അപ്പം അന്ന് അമ്മ പറഞ്ഞു, ഇനി വയലാറെന്ന് പറയണ്ട, അച്ഛനെന്ന് വിളിച്ചാൽ മതി, ഇവിടുത്തെ 5ാമത്തെ മകന്. അപ്പം അങ്ങനെ എനിക്ക് പേര് വിട്ടു, മനു വർമ്മ. അപ്പം അവിടെ എനിക്ക് 3 സഹോദരിമാർ.
അതെ അതെ കെയിൽ മനസ്സിൽ നിന്ന് നേരെ മനോരമയിലേക്ക് വന്ന്. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഭാരതി തമ്പുരാട്ടി, എൻ്റെ ചേട്ടൻ വയലാർ ശരചന്ദ്രവർമ്മ, ചേട്ടൻ്റെ ഭാര്യ ശ്രീജേച്ചി, ചേച്ചി അവർക്കൊരു മകള് സുഭദ്ര, അവർക്ക് ഞാൻ മനുമാമനാണ്. പിന്നെ 3 സഹോദരന്മാർ, ഇന്ദുലേഖ, യമുന, സിന്ധു. അത് ഇന്ദുലേഖ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു, ചക്രായുധവർമ്മ മരിച്ചുപോയി. രണ്ടാമത്തെ യമുനേച്ചിയുടെ ഭർത്താവ് പ്രസാദവർമ്മ, സിന്ധുവിൻ്റെ ഭർത്താവ് കൃഷ്ണകുമാർ, ഞങ്ങൾ കൃഷ്ണ എന്ന് വിളിക്കുന്നു. അവർക്കൊരു മോള് മീനാക്ഷി. പിന്നെ യമുനേച്ചിക്ക് മക്കളില്ല. ഇപ്പോൾ സിന്ധു എന്ന് പറഞ്ഞ എൻ്റെ ഇളയ സഹോദരി കഴിഞ്ഞ 2020 ഞങ്ങളോട് വിട പറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് മക്കളുണ്ട്. ലയ ചേച്ചിക്ക് 2 മക്കൾ, രേവതി വർമ്മ, കവിത വർമ്മ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഞാൻ മനുമാമനാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അച്ഛൻ്റെ ചരമവാർഷികം ഒക്ടോബർ 27 അന്ന് എൻ്റെ സംഗീത വിരുന്നാണ് അവിടെ. 4-5 മണിക്കൂർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ പാട്ട് പാടുക. അപ്പോൾ ഗിന്നസ് ബുക്കിൻ്റെ 2009 ഞാൻ പാടിയത്. അതായത് 253 പാട്ട് പാടിൽ 178 പാട്ടും അച്ഛൻ്റെ പാട്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത എൻ്റെ അമ്മയായിരുന്നു, അമ്മയും ചേട്ടനുമായിരുന്നു. മണിക്കൂറുകളോളം അമ്മ അവിടെ ഇരുന്ന് പോയി. അതിന് ശേഷം അച്ഛൻ്റെ പാട്ട് 101 പാട്ടാണ് 10 മണിക്കൂർ പാടിയത്. 2015 ഈ മോതിരം അമ്മ എനിക്ക് അയച്ച് ഇട്ട് തന്നാണ്. ഇതെന്തായിരുന്നു ഇതിൽ വയലാർന്ന് എഴുതിയേക്കുന്ന അമ്മയും ചേട്ടനും എല്ലാം അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച് മണ്ഡപത്തിൽ വെച്ച് എന്നെ അണിയിച്ചതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. അച്ഛൻ്റെ പേരിൽ നമുക്കിട്ടൊരു സ്വർണ്ണ മോതിരം. അപ്പോൾ അതാണ് ആ കുടുംബത്തിൽ എനിക്കിപ്പോൾ അച്ഛനാണ് എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ പാട്ട്. അതെ അതെ അതെ, ഒരുപാട് അനുഗ്രഹം എനിക്ക് അച്ഛൻ്റെ പാട്ടിലൂടെ കിട്ടുന്നത്, നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കിട്ടുന്നു. അപ്പോൾ അതൊരു മഹാഭാഗ്യമുണ്ട് നമുക്ക്.